ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. എവിടെ എന്ത് കളിയുണ്ടെങ്കിലും ഇപ്പൊ കമന്ററി ഉണ്ട്, മനസ്സിലായില്ല? കമന്ററി ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് ഞാനല്ല, മൂക്കത്ത് ഇവിടെ 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 ശുണ്ടിയുള്ള, നേരത്തെ പറഞ്ഞ സംസാരത്തെ കുറിച്ച് പറഞ്ഞു, ഒച്ച ഹൈപ്പിച്ച് അങ്ങനെ മാത്രമുള്ളൊരു ഞാനുണ്ട്. എന്താ പറയാ, എന്റെ നാളും പേരും ഒക്കെ വെച്ച് പൂജ നടത്തുന്ന ഒരു ആരാധകനാണ് എനിക്ക്. ടിവിയിൽ കമന്ററി കേൾക്കുമ്പോ ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ചവിട്ടാൻ തുടങ്ങും. ഫുൾ ടൈം 90 മിനിറ്റും ISL കമന്ററി ഫുൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസം ഇവർ വെക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്നില്ല, അപ്പൊ ഈ വയറ്റിൽ നിന്ന് ചവിട്ട് വരില്ല, മനസ്സിലായില്ല? അപ്പൊ ഇവർക്ക് ടെൻഷനാണ്. ചില കമന്ററികൾ ഞാൻ കരച്ചിലിന്റെ വക്കത്ത് വന്ന് മടങ്ങിപ്പോകുന്ന ഒരു വോയിസ് മോഡുലേഷൻ കാണാൻ പറ്റും. ആ ട്രോഫിയിൽ നിങ്ങൾ ഇതേവരെ തൊടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? തോൽവി പറ്റാനിടയായ കാരണങ്ങൾ അറിയുകയും അത് കറക്റ്റ് ചെയ്യുകയും നാളെ ആ തോൽവിയെ വിജയമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യണം. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല, ISLന്റെ കാര്യം മാത്രമല്ല, ഈ നമ്മുടെ ഈ പരിപാടി കാണുന്ന ഓരോരുത്തർക്കും ഉള്ള ഒരു സംഗതിയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണേയും കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താ പറയുക, വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ശബ്ദത്തിൻ്റെ ആവേശം നമ്മുടെ ഓരോ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ദ വൺ ആൻഡ് ഓൺലി സ്പോർട്സ് ജേർണലിസ്റ്റ് ആൻഡ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ. നമസ്കാരം സാർ, വെൽക്കം ടു ദ ഷോ. എനിക്ക് ഞാൻ സാറിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും സാറിൻ്റെ കരിയറൊക്കെ കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തത് കുറേ MCs അല്ലെങ്കിൽ ഇവൻറ്റ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ തുടക്കത്തിൽ ഈ ഇവൻറ്റ് ഹോസ്റ്റിങ്ങിലൂടെയാണ് എൻ്റെ കരിയറും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനൊക്കെ ചെല്ലുന്ന സ്ഥലത്ത് അവരൊക്കെ സാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ എടുത്തു തരുമായിരുന്നു. അപ്പത്തിന് സാറ് ഭയങ്കര ഹൈ ലെവലിൽ എത്തി. കാരണം വാക്ചാതുര്യം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വലിയ ക്രൗഡിൻ്റെ മുന്നിൽ ഇപ്പോൾ ലുലു മാളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും വാക്കുകളൊന്നും നിർത്താൻ പറ്റാത്ത രീതിയിലൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് സാറിൻ്റെ ഓരോ വീഡിയോസ് കണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞു ആങ്കേഴ്സിനെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ അങ്ങനെ സാറിൻ്റെ ശബ്ദത്തിൽ എനിക്ക് ഭയങ്കര വിസ്മയം തോന്നിയേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ട്രെയിനിങ്. ഇങ്ങനത്തെ ഒരുപാട് ആങ്കറിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സാറിൻ്റെ ശബ്ദങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. സാർ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നല്ല കാര്യങ്ങളാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ കുറിച്ച് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റാളുകൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതൊരു മനുഷ്യനും അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. ഈ ശബ്ദം അല്ലെങ്കിൽ ഓവർ ശബ്ദമൊക്കെ വെച്ച് എങ്ങനെയാണ് ഭാര്യനെ പ്രണയത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? നിങ്ങളുടെ ഒരു ഇന്റേൺഷിപ്പിൽ കണ്ടുമുട്ടിയ പ്രണയമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പ്രണയബന്ധം കാര്യങ്ങളൊക്കെ? അല്ല, ഭാര്യ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിന് വരുന്ന സമയത്താണ് ഭാര്യയെ കണ്ടുമുട്ടുന്നത്. അവർ ജേർണലിസം പഠിച്ച് ജേർണലിസം ഹോൾഡറാണ് അവർ. എന്താ പറയുക, ഡിഗ്രി ഹോൾഡറാണ് എൻ്റെ ഭാര്യയും. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരേ സ്ഥാപനത്തിൽ ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണമായിരിക്കാം. എന്താ പറയുക, അങ്ങനെയാണ് ഭാര്യയെ കണ്ടുമുട്ടുന്നതും. എന്താ പറയുക, ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നാൻ ഇപ്പൊ പ്രത്യേകിച്ചൊരു കാരണമൊന്നും വേണ്ടല്ലോ. നമ്മൾ തന്നെ പറയാറില്ലേ, പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഒരു എന്താ പറയാ, പ്രത്യേകിച്ചൊരു കാരണം ചോദിച്ചാൽ അത് പെട്ടെന്നൊരു കാരണം കണ്ടെത്തുക അസാധ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹത്തിലാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത വിവാഹം നിങ്ങളുടെ ആണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്? അതെന്തുകൊണ്ടാണ്? അത് ഞങ്ങള് തമാശക്ക് ഇപ്പൊ പറയും, നമ്മൾ ഇപ്പോഴാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമുക്കൊരു എറണാകുളത്ത് മാത്രം ഒരാഴ്ച കല്യാണം നടത്തേണ്ടി വരുമെന്ന് ഇപ്പൊ പറയും ഞങ്ങൾ. അതായത് ഒരാഴ്ച എല്ലാ ദിവസവും ഒരു ദിവസം ഇന്ന സ്ഥലത്താണെങ്കിൽ ഓരോ ദിവസം 7 ദിവസവും 7 ഡിഫറൻറ്റ് വെന്യൂസിൽ ഡിഫറൻറ്റ് ഓഡിറ്റോറിയത്തിൽ എറണാകുളത്ത് കല്യാണം നടത്തേണ്ടി വരും എന്ന് ഇപ്പം ഈയിടക്ക് തമാശയ്ക്ക് ഞങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് ഒരു 2000-ലാണ് ഞങ്ങളുടെ ഇപ്പം 25 വർഷമായി 2000-ലാണ് കല്യാണം നടക്കുന്നത്. ആ സമയത്ത് എറണാകുളത്ത് നടന്ന ഏറ്റവും വലിയ കല്യാണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അതായത് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. അതായത്
എൻ്റെ വൈഫിന് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ വൈഫ്. വളരെ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളാണ്. പിന്നെ ജേർണലിസം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാവരും പത്രമാധ്യമ മേഖലയിൽ ബന്ധപ്പെട്ട, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പുറത്തും എനിക്കും എൻ്റെയും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഒരുപാട്. അപ്പം അങ്ങനെ അങ്ങനെ അതുകൊണ്ടായിരിക്കാം കല്യാണത്തും ഭയങ്കര ഒരു ആൾത്തിരക്കുള്ള ഒരു വലിയ ആഘോഷമായിരുന്നു. ശരിയാണ്. നിങ്ങളുടെ വിവാഹം 6 മാസത്തിൽ കൂടുതൽ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് പോകില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ 6 മാസത്തേക്കുള്ളിൽ പോകില്ല എന്ന് പറയാൻ കാരണം? അതൊരു പക്ഷേ ഈ പറയണ പോലെ എന്നെ ബേസിക്കലി ചിലപ്പോൾ എന്താ പറയുക, ഈ ജനം എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുന്നത്, ഒരാൾ ചെയ്യുന്ന ജോലി നോക്കിയിട്ടല്ല അയാളെ വിലയിരുത്തേണ്ടത്. മനസ്സിലായില്ലേ? അയാൾ ഉള്ളിൽ അയാൾ ഈ പറയുന്ന പോലെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ എന്താണ് ബേസിക്കലി അയാൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം അയാളെക്കുറിച്ചൊരു സംഗതി പറയാൻ. ഇപ്പം എൻ്റെ കമൻട്രി കേട്ട് കമൻട്രി പറയുന്നത് പോലെയാണ് എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ ധരിച്ചാൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മനസ്സിലായില്ലേ? അതെൻ്റെ ജോലിയാണ്. ആ ജോലിക്ക് ആവശ്യമായ ഒരു സംഗതിയാണ്, ഒരു ഇമോഷനും എക്സൈറ്റ്മെൻറ്റുമാണ് അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ 100% അല്ലെങ്കിൽ 24/7 ഞാൻ അങ്ങനത്തെ ഒരാളായിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെ ആരോ നടത്തിയ ഒരു വിലയിരുത്തലായിരിക്കാം ഇത് 6 മാസത്തിൽ കൂടുതൽ പോവില്ല. മാത്രമല്ല ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ആളുകളാണ്. എന്താ പറയുക, ഞാനും എൻ്റെ ഭാര്യയും വലിയ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അപ്പം എന്താ പറയുക, ഈ ഒരേ ഈക്വൽ പോൾസ് എന്താ പറയുക വിഘടിക്കുകയും ഡിഫറെന്റ് പോൾസ് അട്രാക്ട് ചെയ്യുകയെന്നാണല്ലോ ഒരു സയൻസിലെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ആൾക്കാർ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അങ്ങനെ അത്തരം ഒരു പ്രവചനം നടത്തിയ ആളുകളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ 26-ാം വർഷത്തിൽ ഇത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും അത്ഭുതമായിരിക്കും. ഭയങ്കര ദൈവവിശ്വാസിയാണോ സാറ്? അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഇപ്പം ഈ സാറ് ഈ മലയാളികളുടെ ഇപ്പം ലോകത്ത് എവിടെയുണ്ട് ഇങ്ങനെ സംസാരിച്ചല്ലോ, സാറിന് വേണ്ടി ഇങ്ങനെ ഭയങ്കര സാറിൻ്റെ മനസ്സിൽ തട്ടി ആരെങ്കിലും ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ സാർ ഇങ്ങനെ ഇത്രയും ഹൈ പിച്ചിലൊക്കെ കമൻട്രി പറയുമ്പം എവിടെന്നെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ, ഞങ്ങൾ സാറിൻ്റെ ഈ ശബ്ദം ഒന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം പോലെ ഒരെണ്ണം പറഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരെണ്ണമോ രണ്ടെണ്ണമോ എടുത്ത് പറഞ്ഞാൽ അത് ചെയ്ത മറ്റുള്ളവർ കുറിച്ച് ചിലപ്പോൾ ഞാൻ മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുപോകുന്നതായിരിക്കാം. അവർക്ക് ഈ പരിപാടി കാണുമ്പോൾ അവർക്ക് സങ്കടം വരും. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണമൊന്നുമല്ല, ഇഷ്ടം പോലെ. ഇപ്പം തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എൻ്റെ പിറന്നാളിന്, എല്ലാ വർഷവും എൻ്റെ പിറന്നാളിന് കൃത്യമായി എന്താ പറയുക, എൻ്റെ നാളും പേരും ഒക്കെ വെച്ച് പൂജ നടത്തുന്ന ഒരു ആരാധകനുണ്ട് എനിക്ക് വേണ്ടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ. മനസ്സിലായില്ലേ? ആരാധകൻ എന്ന് പറഞ്ഞാൽ ആരാധിക എന്ന് വേണേൽ പറയാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അത് ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. മനസ്സിലായില്ലേ? അത് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ചെയ്യുമ്പോൾ നല്ല കാര്യമല്ല. ഞാൻ നേരത്തെ നല്ല കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഇനി കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള, അതായത് ഞാൻ ജേർണലിസം പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സഹപാഠിയുടെ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ എനിക്ക് അറിയ പോലും ഇല്ല. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് കാണണം, എൻ്റെ ഫ്രണ്ടിന് കാണാനാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഫ്രീ ഉള്ള സമയത്ത് വരാം, എറണാകുളത്ത് ഉണ്ടാവും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണിത് എന്ന് പറയും. അപ്പോഴാണ് ആ കഥയുടെ ചുരുളഴിയുന്നത്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അന്ന് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, അവർ പെൺകുട്ടിയാണ്. എൻ്റെ ഫ്രണ്ടും സ്ത്രീയാണ്, അവരുടെ ഫ്രണ്ടും സ്ത്രീയാണ്, അവർ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ സ്വാഭാവികമായും സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ഒരു മൂഡ് സ്വിങ്സ് അല്ല, ഒരു മാനസിക അവസ്ഥ ഉണ്ടാവും. ഈ കുട്ടി എല്ലാ ദിവസവും അനങ്ങുന്നുണ്ടോ, ഇടക്കിടക്ക് വയറിൽ കൈവച്ചു, അനങ്ങിയില്ലെങ്കിൽ ടെൻഷൻ. അപ്പൊ ഈ പറയുന്ന ഫ്രണ്ടിന്റെ ഭർത്താവ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവര് പറയുക ഇന്ന്, അപ്പം ഇതിന്റെ ഈ കുട്ടി അനങ്ങുന്നുണ്ടോ, ആ ഒരു കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ കുട്ടി സ്ഥിരമായി ചവിട്ടുമ്പോൾ, ഇതാണ് ഈ സ്റ്റോറി ഇവിടെയാണ്. അതായത് ഫുട്ബോൾ കമൻട്രി എല്ലാ ദിവസവും വൈകിട്ട് 7:30 മണിക്ക് ISLന്റെ മലയാളം കമൻട്രി അങ്ങ് TV-യിൽ ഫുൾ ഒളിയെത്തി വെക്കും. ഈ TV-യിൽ കമൻട്രി കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ചവിട്ടാൻ തുടങ്ങും. ഫുൾ ടൈം 90 മിനിറ്റും ISL കമൻട്രി ഫുൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു ഫുട്ബോൾ ആരാധികയൊന്നുമല്ല, ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ കമൻട്രി കേൾക്കുമ്പോഴാണ് ഈ വയറ്റിൽ അനക്കം കൃത്യം കിട്ടുന്നത്. അപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പൊ എന്റെ ISL ഷെഡ്യൂൾ അനുസരിച്ച് സ്ഥിരമായി എല്ലാ മത്സരത്തിനൊന്നും
ഒന്നും ഞാൻ കമന്ററി പറയാറില്ല. Okay. ഞാൻ എനിക്ക് ഓഫ് ദിവസങ്ങളുള്ള ദിവസം ഞാൻ കമന്ററി പറയില്ല. Okay. അപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസം ഇവർ വെക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ല, അപ്പൊ ഈ വയറ്റിൽ നിന്ന് ചവിട്ട് വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് ടെൻഷനാ. അപ്പൊ ഉടനെ ഇവർ എന്റെ ഫ്രണ്ടിനെ വിളിക്കും. അതായത് എന്റെ ഫ്രണ്ട് ഞാനുമായിട്ടുള്ള ബന്ധം അവർക്ക് അറിയാം. എന്താ ഷൈജു ദാമോദരൻ എവിടെ പോയി, ഷൈജു ദാമോദരൻ എന്താ കമന്ററി പറയാത്തത്, പുള്ളി എപ്പോഴാ വരിക? അപ്പൊ ഞാൻ ഒരാൾ ഇങ്ങനെയൊക്കെ ഞാൻ ഡ്യൂട്ടി അനുസരിച്ചാണ്, ഇനിയിപ്പോ അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും, നീ ഇല്ലെങ്കിൽ ടെൻഷനാണ്, അതുകൊണ്ട് എന്നെ വിളിച്ചു ചോദിക്കും നീ എപ്പോഴാ തിരിച്ചു വരുന്ന കമന്ററി പറയുന്ന ആലോചിച്ച് നോക്കുക. എവിടെയോ ഞാൻ അറിയാത്ത ഏതോ ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന ഒരു കുട്ടി കമന്ററിയിൽ എന്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ കൈകാലിട്ടടിച്ച്, അങ്ങനെ ആ അമ്മ ആ ശബ്ദവും എൻ്റെ കമന്ററിയും കുട്ടിയും അവരുടെ ആ ലൈഫ്, അതായത് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപേ എൻ്റെ കമന്ററി കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു പിറക്കാനിരിക്കുന്ന ഒരു ജീവൻ എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറഞ്ഞു മതി. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ പറയാനുണ്ട്. ഇഷ്ടം ഇപ്പം ഏലൂര്, ഇപ്പം ഇവിടെ എറണാകുളത്തുള്ള ഏലൂര്, അത് എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. അത് ഈ നമ്മുടെ ഈ പള്ളിക്കരയിലുള്ളൊരു ഒരു വ്ളോഗറാണ് എന്നെ ആ സംഭവം പറയുന്നത്. ഇങ്ങനെ ജീവൻ എന്നാണ് ആ കുട്ടിയുടെ പേര്, ഏലൂരുള്ളത്. ഈ ഇബ്രു എന്നാണ് ഈ വ്ളോഗറുടെ പേര്. ഇബ്രു ആണെന്ന് പറയുന്നത്. അങ്ങനെ ഷൈജുവേട്ട ഇങ്ങനെ ജീവൻ എന്ന് പറയുന്നത്, അവൻ മറ്റേ ഒരു ജന്മനാ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അവന് നടക്കാനും ഒന്നും പറ്റില്ല. അപ്പം അവന് ഷൈജുവേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണ്. ജീവൻ എന്ന് വെച്ചാൽ ജീവന്റെ ജീവൻ, അവന്റെ പേരും ജീവൻ എന്നാണ്. പക്ഷെ ഇത്രയ്ക്ക് ജീവനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാനൊരു സമയം ഏലൂര് പാതാളത്തൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഫുട്ബോൾ മൈതാനത്തിന്റെ അരികിലാണ് അവന്റെ വീട്. അപ്പൊ അവനും അവന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്ന് കാത്തു നിൽക്കുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഈ കുട്ടിയെ പുറകിൽ കൂടി കൊണ്ടുപോയിട്ട് എന്നെ ആ വീൽ ചെയറിൽ പിടിപ്പിച്ചിട്ട് അവരെന്നോട് അവനോട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇവൻ എന്നെ കണ്ടിട്ട് ഇവൻ ഞെട്ടിപ്പോകുന്നു. അവന്റെ എക്സ്പ്രഷൻ ഭയങ്കര ഒരു ഇമോഷണൽ സാധനമാണ്. അപ്പം അവന്റെ അമ്മയും അച്ഛനും തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ കൂടെ നിൽക്കുന്ന ഈ വ്ളോഗർ ചോദിക്കുന്നുണ്ട്, ജീവന്റെ ആഗ്രഹം എന്താണ് ഇനി? ഇപ്പൊ ഷൈജുവേട്ടനെ കണ്ടില്ലേ, ഒരുപാട് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇനി എന്താണ് ആഗ്രഹം എന്ന് വ്ളോഗർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അവന്റെ അമ്മയാണ്. ആ ഉത്തരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അതാ പറയുക, ഇതൊക്കെ ദൈവം ഈ ഞാൻ ചെയ്യുന്ന ജോലിക്ക് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതും ദൈവം എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളും അംഗീകാരങ്ങളുമായിട്ടാണ് ഞാൻ ഇതിനെ കൂട്ടുന്നത്. അവൻ്റെ അമ്മയാണ് അതിന് ഉത്തരം പറഞ്ഞത്. അവൻ്റെ അച്ഛനമ്മ അടുത്ത് നിൽക്കുകയാണ്. ഈ പയ്യൻ വീൽ ചെയറിലിരിക്കുന്നു. ഈ വ്ളോഗർ ചോദ്യം ചോദിക്കുന്നു. അവൻ്റെ അമ്മ പറയാണ്, ജീവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, അടുത്ത ജന്മത്തിൽ ഷൈജു ദാമോദരൻ്റെ മകനായി ജനിക്കണം. മനസ്സിലായോ? അടുത്ത ജന്മത്തിൽ എൻ്റെ മകനായി ജനിക്കാൻ ആഗ്രഹിക്കുക എന്നാ, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനമ്മനെ നിർത്തിക്കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയുന്ന പോലെ നമ്മളറിയാതെ, നമ്മൾ നേരിട്ട് കാണാതെ എത്രയോ ആളുകൾ, എത്രയോ ഈ പല പല പ്രായങ്ങളിലുള്ള കുട്ടികൾ, അത് ജനിക്കാണ്ടിരിക്കുന്ന കുട്ടിയുടെ കാര്യം പോലെ പറഞ്ഞു, കുഞ്ഞു കുട്ടി, ജനിക്കാണ്ടിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ, എത്രയോ ആളുകൾ. അതിപ്പോൾ എന്താ പറയുക, കണ്ണൂരിൽ കളി പറയാൻ പോയപ്പോഴും, ധർമ്മടത്ത് കമന്ററി പറയാൻ പോകുമ്പോഴും, മലപ്പുറത്ത് പോകുമ്പോഴും, ഇന്നലെ ഏറ്റവും ഒടുവിൽ ഞാൻ SLK ഫൈനൽ കഴിഞ്ഞ് കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും ഇതിന് സമാനമായ സംഗതിയാണ്. ഇന്നിപ്പോൾ ആ കണ്ണൂരിലെ കളിയുടെ പോസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു മലപ്പുറത്തുകാരനായ ഒരു ആരാധകൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ, ഷൈജുവേട്ടൻ കളി കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം എനിക്കിപ്പോഴും വിവരിക്കാൻ പറ്റുന്നില്ല. ഷൈജുവേട്ടൻ ഞങ്ങൾക്ക് എല്ലാവരും, അതായത് ഈ ഘടികാരങ്ങൾ നിലക്കുന്ന സമയം, ഞാൻ ഒരാളിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയണ ഒരാൾ, അപ്പോൾ അവനിങ്ങനെ ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം അപ്പോൾ ഞാൻ അവൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. അവൻ ഷൈജുവേട്ടനെ കേൾപ്പിക്കെ ഷൈജുവേട്ടൻ്റെ കമൻ്ററി ഷൈജുവേട്ടനോട് പറയാൻ സാധിച്ചു എന്നതിലാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അവൻ ഭയങ്കര ആനന്ദം. അത് മാത്രമല്ല, എൻ്റെ ഒപ്പം ഞാൻ സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗുരുത്വം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ കാണികൾക്കൊക്കെ ആവേശം തരുന്നത് കമന്ററി ആണ് അല്ലേ? അപ്പം നിങ്ങളെപ്പോലുള്ള കമന്റേറ്ററിന് അതിൻ്റെ അത്ര വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ ചേട്ടൻ നോക്കി കാണുന്നത്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അതിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ, ഇപ്പോഴും ഈ മോഹൻലാലിൻ്റെ പഴയ രാവണപ്രഭുവിൻ്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല മോഹൻലാൽ പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് കമന്ററി. എവിടെയാണ് ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്?
അവിടെയാണ് പ്രശ്നം. ഇതാ അവിടം തൊട്ട് തുടങ്ങണം നമ്മൾ. ഇവിടെ എല്ലാത്തിനും കോമ്പറ്റീഷൻ, സ്കൂൾ ലെവൽ അല്ലെങ്കിൽ പ്രീ KG ലെവൽ, പ്രൈമറി, UP, ഹൈസ്കൂൾ, കലാമേള, ഇത് കോളേജ്, യൂത്ത് ഫെസ്റ്റിവൽ, യൂണിവേഴ്സിറ്റി എല്ലാം ഉണ്ട്. എവിടെയാണ് കമന്ററിയുടെ കോമ്പറ്റീഷൻ? ഇല്ലല്ലോ. മിമിക്രി കോമ്പറ്റീഷൻ ഉണ്ട്, ലൈറ്റ് സോങ് അല്ലെങ്കിൽ ലളിതഗാനം ഉണ്ട്, ശാസ്ത്രീയ സംഗീതം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഉണ്ട്, സകലതും ഉണ്ട്. പ്രസംഗമുണ്ട്, ഉപന്യാസമുണ്ട്, കാവ്യകേളി, പദ്യം ചൊല്ലൽ, കവിതാപാരായണം, സകലതും ഉണ്ട്. വേർ ഇസ് കമന്ററി? എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ എത്രയോ കുട്ടികൾ ഇത് പറഞ്ഞ് സ്വയം പരിശീലിക്കുകയും ഇത് പരിശീലിക്കാൻ എവിടെയെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്ത ആയിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോഴും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. പിന്നെ എല്ലാം ആപേക്ഷികമല്ലേ. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞു, അംഗീകാരം എന്ന് പറയുന്നത് എന്താ? ഞാൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ എൻ്റെ കമൻട്രി ജനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ജനങ്ങൾ ശ്രദ്ധാപൂർവം അതിനെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അതല്ലേ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതിൻ്റെ അപ്പുറം എന്ത് അംഗീകാരമോടോ വേണ്ടത്? മനസ്സിലായില്ലേ? ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജീവിക്കുകയാണ്. മനസ്സിലായി? ഓഫ് കോഴ്സ് നാളെ നിങ്ങൾക്ക് കാണിക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗപ്പില്ല. മനസ്സിലായി? ആ ഗപ്പിന്റെ ഒരു കുറവുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, ശരിയാണ്. പക്ഷെ അപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും ചിന്തകളിലും ഞാനുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത് പാട്ടുകാരനായിക്കോട്ടെ, പ്രഭാഷകനായിക്കോട്ടെ, നടനായിക്കോട്ടെ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, കമന്റേറ്റർ ആയിക്കോട്ടെ, ഇതിൽ പരം എന്ത് അംഗീകാരമാണോ വേണ്ടത്? ഐ എം ഹാപ്പി. ഒരു പരാതിയില്ല ഒന്നിനോടും. നമ്മൾ എന്താ പറയുക, ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിരാശയുമില്ല, ഒരു പരാതിയുമില്ല, ആരോടും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ദൈവം തന്നില്ലേ? ഒന്നുമില്ലാത്ത ഒരാൾക്ക്, അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്രയൊക്കെ ദൈവം തന്നെങ്കിൽ ഐ എം ഹാപ്പി ഇനഫ്. അല്ല, സാറിന് പേഴ്സണലി മെസ്സേജ്, സാറിനായിട്ട് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്നോ അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അല്ലെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് വേണോ? അങ്ങനെ എപ്പോഴെങ്കിലും സാറ് ആ വഴി തിരിഞ്ഞു ചിന്തിക്കായിയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ചോദ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ഇനീഷ്യേറ്റീവ്. ആ ഇനീഷ്യേറ്റീവ് ഒരു സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും, അത് ഗവൺമെന്റിനാകാം, യൂണിവേഴ്സിറ്റികൾക്കാവാം, മനസ്സിലായില്ലേ? ഒരു കോഴ്സ്, ഒരു പ്രോപ്പർ സിലബസ് വെച്ചുള്ള ഒരു കോഴ്സ്. കാരണം ഇന്ന് കമന്ററി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജോബ് കരിയറായി മാറിക്കഴിഞ്ഞു. എവിടെ എന്ത് കളിയുണ്ടെങ്കിലും ഇപ്പൊ കമന്ററി ഉണ്ട്. മനസ്സിലായില്ല? അത് ചെറിയ കളി ആയിക്കോട്ടെ, വലിയ കളി ആയിക്കോട്ടെ, TV-യിൽ കാണിക്കുന്നതായിക്കോട്ടെ, TV-യിൽ കാണിക്കാത്തതായിക്കോട്ടെ, എന്തായാലും കമന്ററി ഈസ് ആൻ ഇനെവിറ്റബിൾ പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ഓർഗൻ, ഒരു സ്പോർട്സ് ഇവന്റിന്റെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇമ്പോർട്ടന്റ് ഓർഗൻ ആയിട്ട് കമന്ററി മാറിക്കഴിഞ്ഞു. ആ അവസ്ഥയിൽ ഇതൊരു വലിയ കരിയറായി മാറി. എല്ലാവർക്കും കരിയർ എന്ന് വെച്ചാൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു മാർഗമായി മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സംഗതിയായി മാറിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ചാനലൈസ്, സ്ട്രീം ലൈൻ ചെയ്തുകൂടെ? യെസ്, ഒരു പക്ക ഒരു അംഗീകൃത കോഴ്സായിട്ട് അതിനൊരു സിലബസ് വേണം. യെസ്, സിലബസ് ഉണ്ട്, മനസ്സിലായില്ല? അതൊക്കെ തീർച്ചയായിട്ടും. പക്ഷേ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് ആർക്കും ആകാം, ഈവൻ മൈൽ സ്റ്റോണിനും ആകാം. ഇനീഷ്യേറ്റീവ് ആർക്കും ആകാം കേട്ടോ. അത് ഒരു സർക്കാർ സെറ്റപ്പിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെറ്റപ്പിലൊന്നും അല്ല, ഒരു സ്വകാര്യ സംരംഭകന് പോലും ആകാം, ആർക്കും ആകാം. പക്ഷേ ഇനീഷ്യേറ്റീവ് വരണം. അതെ. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് ഓർ ആർട്സ്, ഈ കമന്ററി ഏതിൽ വരുമോ? ആർട്ട് ഫോം ആണോ അതോ സ്പോർട്ട് ഫോം ആണോ? ഏതിലാണ് ഈ കമന്ററി ശരിക്കും വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഫുട്ബോളാണ് കൂടുതലും കമന്ററി. എല്ലാം ചെയ്തിട്ടുണ്ട്, ക്രിക്കറ്റും ചെയ്യാറുണ്ട്, ഞാൻ കബഡി ചെയ്തു ഈ ഇടയ്ക്ക്, വള്ളംകളി ഓഫ് കോഴ്സ് കുറേ ചെയ്തിട്ടുണ്ട്, വള്ളംകളി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുട്ബോൾ കൂടുതലും ചെയ്തേക്കുന്നത് ഫുട്ബോൾ ആയതുകൊണ്ട് ഫുട്ബോളിലേക്ക് വരാം. ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് സ്പോർട്ടാണെന്ന് ഞാൻ പറയും. കമന്ററി ആർട്സ് ആണോ സ്പോർട്സ് ആണോ എന്നല്ലേ ചോദിച്ചത്. ഞാൻ ചെയ്യുന്ന ഫുട്ബോൾ കമന്ററി അല്ലെങ്കിൽ ഫുട്ബോൾ ഒരു ആർട്ടിസ്റ്റിക് സ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി ശ്രദ്ധിക്കുക, ആ കളിക്ക് ഒരു താളവും ഒരു ഈണവും ഒരു ഇമ്പവും ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ അതിനെ വിളിച്ചത് ഒരു ആർട്ടിസ്റ്റിക് സ്പോർട്ടാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഇത് എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കപ്പെടുന്നില്ല ഇപ്പോഴും, മനസ്സിലായില്ല? ഇതൊരു ശബ്ദം കൊണ്ട് നിർവഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ
വോയിസ് ഓവർ, ഡബിങ് ആർട്ടിസ്റ്റ്, സിംഗേഴ്സ്, മിമിക്രി ആർട്ടിസ്റ്റ്, ആ കൂട്ടത്തിൽ ഇതിനെ പെടുത്തിയാൽ ഓഫ് കോഴ്സ് ഇതൊരു കലാ സാംസ്കാരിക രൂപമാണ്. പക്ഷെ ഇത് മാത്രം സ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്, മനസ്സിലായി? മറ്റതെല്ലാം കൃത്യമായി ആർട്ടുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഇപ്പൊ സിനിമയിൽ ആക്ഷൻ ചെയ്യുന്നുണ്ട് നടന്മാർ, ഒരുപാട് ആക്ഷൻ സീൻസ് ആണ്. സിനിമയിൽ ആക്ഷൻ ചെയ്യുന്ന നടൻ സിനിമയിലെ ഇടി കണ്ടിട്ട് ഇയാൾ WWE സൂപ്പർ സ്റ്റാർ ആണ് നമ്മൾ പറയോ? ഒറിജിനൽ ഇടി അത് സ്പോർട്ടാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് എവിടെയാണ് ഇത് നിൽക്കുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായി നിർവചിക്കപ്പെടാനാവാത്തൊരു സ്ഥിതിയുണ്ട്. ആ നിർവചിക്കപ്പെടാനാവാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നതിനെ ചൊല്ലി ഇപ്പോഴും സമൂഹത്തിന് ഒരു ആശയക്കുഴപ്പമാണ്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ആശയക്കുഴപ്പം മാറുകയും കൃത്യമായി ഇത് സ്പോർട്ടാണോ ആർട്ടാണോ, ഞാനിപ്പോഴും ആർട്ടിസ്റ്റിക് സ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിർവചിക്കപ്പെടുമെന്ന് കരുതാം. അല്ല, സാറിനെ എന്താ പിന്തള്ളി മകൻ ചിലപ്പം കമന്ററി വരാൻ സാധ്യതയുണ്ട്. സാറിനേക്കാൾ വലിയൊരു കമന്റേറ്റർ ആണ് മകൻ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. അത് സത്യമാണോ? മകൻ കമന്റേറ്റർ ഒന്നും അല്ല, പക്ഷെ മകൻ നന്നായി സംസാരിക്കും. ഈ പറയുന്ന പോലെ ഈ DNA-യിൽ വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വിശ്വാസമില്ല? DNA നിങ്ങളുടെ മാതാപിതാക്കളുടെ ആ ഒരു ജീൻ, അതിൻ്റെ ഒരു സംഗതി നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിലുണ്ട്, നിങ്ങളുടെ രൂപത്തിൽ, എല്ലാത്തിലും അതുണ്ടാവും. മനസ്സിലായി? അതിനെ നമുക്ക് തള്ളിപ്പറയാനോ അതിനെ നിരാകരിക്കാനോ പറ്റില്ല. അതാണ് പരമസത്യം. മനസ്സിലായില്ല? നമ്മൾ പറയില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മകനായി അല്ലെങ്കിൽ മക്കളായി ജനിച്ച രണ്ട് ആൺമക്കളാണ് എനിക്കുള്ളത്. അവർ ഈ ഒരു കഴിവ് അവർക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് DNA ആയിരിക്കാം. അവർ ചെയ്യാറുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം എൻ്റെ മൂത്ത മകൻ UK-ലാണ്, 2 മക്കളും UK-ലാണ്. മൂത്ത മകൻ ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ഈ 2 ദിവസം മുന്നേ, വെറും 2 days ബിഫോർ, അയാളുടെ പേര് അഭിനവ് എന്നാണ്. ഹി വെന്റ് ടു ബ്രിട്ടീഷ് പാർലമെന്റിൽ അതായത് മറ്റേ UK-ലെ വിസ നിയമങ്ങൾ ഇപ്പൊ കർശനമാക്കുക. ഓക്കെ, അതിപ്പോ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിലും അവിടെ ജോലി ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും വിസ നിയമങ്ങൾ UK ഗവൺമെന്റ് ഭയങ്കര കർശനമാക്കുകയാണ്. ആ വിസ നിയമങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവര് UK-ലുള്ള എല്ലാ ആളുകളെയും, അത് ട്രേഡ് യൂണിയൻ, അവിടെ യൂണിസൺ എന്നൊക്കെയാണ് പറയാതെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയാണ്. അങ്ങനെ വടക്കൻ അയർലൻഡിലെ, എൻ്റെ മകനുള്ളത് വടക്കൻ അയർലൻഡിലെ കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന വലിയ കാറ്റഗറിയെ റെപ്രസെന്റ് ചെയ്ത് നോർത്തേൺ അയർലൻഡിലെ റെപ്രസെന്റേറ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടിയേഴ്സ് ഓഫ് നോർത്തേൺ അയർലൻഡ്, അതിനെ റെപ്രസെന്റ് ചെയ്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി സംസാരിച്ച ഒരാൾ എൻ്റെ മോനായിരുന്നു കഴിഞ്ഞ ദിവസം. മനസ്സിലായില്ലേ? അപ്പോ സംസാരിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് വലിയ ഉത്തരമാണ്. മനസ്സിലായില്ലേ? വലിയ ഉത്തരമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവര് നാളെ ഫുട്ബോൾ കമന്ററി പറയോ ഇല്ലെന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക. മനസ്സിലായില്ല? അത് അവരിൽ നിക്ഷിപ്തമായതാണ്. അവർ ഏത് രീതിയിൽ ഇനി നാളെ അവരുടെ കരിയർ എങ്ങോട്ട് തിരിക്കണം. എന്തായാലും മൂത്ത മകൻ ഇപ്പോൾ സോഷ്യൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, സോഷ്യൽ സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇളയ മകൻ മീഡിയ ബ്രോഡ്കാസ്റ്റ് പഠിച്ചിരിക്കുന്നു. അയാൾ ചിലപ്പോൾ വന്നേക്കാം മീഡിയ ബ്രോഡ്കാസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. മാത്രമല്ല അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ മീഡിയ ബ്രോഡ്കാസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനിലാണ്. അങ്ങനെയും ഇത് ഞാൻ മൂത്ത മകന്റെ കാര്യമാണ് ഈ പറഞ്ഞു. ഇളയ മകനും ഏതാണ്ട് ഇതേ സ്ട്രീമിലാണ് വരുന്നത്. മനസ്സിലായി? അപ്പം അത് പൂർണ്ണമായിട്ടും ഇവര് എന്തായാലും വന്നാൽ സന്തോഷം. മനസ്സിലായില്ല? വന്നാൽ സന്തോഷം. അവരോട് എപ്പോഴും ഞാൻ പറയാനുള്ളത്, ഈ ഒരേ പാത തിരഞ്ഞെടുക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ അവരിപ്പോൾ തന്നെ നേരിടുന്നുണ്ടത്, ഇപ്പോൾ തന്നെയാണ്. ഇപ്പം ഒരേ സ്ഥലത്ത് ഒരേ ആളുകളെ കാണുകയും നമ്മുടെ നാട്ടുകാരായ മലയാളികളായ ആളുകളെയൊക്കെ പല സ്ഥലത്ത് വെച്ച് കാണുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറ്റൂല എന്ന് പറയും. അങ്ങനെ ഒരിക്കലും ഇല്ല. ഒരാളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ മിടുക്കാണ്. ആ DNA അവിടെ ഉണ്ടെങ്കിൽ പോലും അയാൾ സ്വയം മിനുക്കിയെടുക്കുന്ന കഴിവ് കൊണ്ടാണ് ഓരോരുത്തരും എത്തുന്നത്. അതല്ലാതെ ചുമ്മാ അങ്ങ് ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന, അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ലെഗസി നമ്മൾ പറയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ സിനിമാ ഫീൽഡിൽ ഈ ലെഗസിയുടെ, ശരിക്കും പറഞ്ഞാൽ അച്ഛനേക്കാൾ മിടുക്കനായിരിക്കും മകൻ. നമുക്ക് ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മകൻ അച്ഛനേക്കാൾ മിടുക്കനാണ് ശരിക്കും. മനസ്സിലായില്ല? പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭാസത്തിന്റെ ആ നെടലിന്റെ ചുവട്ടിലാണ് ഇപ്പോഴും മകൻ. അത് ഈ
ലെഗസിയുടെ ഒരു വലിയ ഭാരം എന്ന് പറയുന്നത്, മനസ്സിലായി? അതാ ലെജൻഡിന്റെ അല്ലെങ്കിൽ ലെഗസിയുടെ ഭാരം പേര് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഈ ലോകത്ത്. അവരുടെ തെറ്റല്ല, അവർ മിടുക്കന്മാരായിരിക്കും, അച്ഛനേക്കാൾ അല്ലെങ്കിൽ അവരുടെ പിതാക്കളെക്കാൾ മിടുക്കന്മാരായിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സമൂഹം അവരെ ഇന്നയാളുടെ മോനല്ലേ, ഇന്നയാളുടെ മോനായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ല. അവർ ട്രൂലി ടാലന്റഡ് ആൻഡ് വെൽ ഡിസർവ്ഡ് ആണ്. ഞാൻ നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് അവര് ആരാ മോശക്കാരെല്ലാവരും ബെസ്റ്റാണ് അവര്. അവരുടെ എന്താ പറയാ അച്ഛനേക്കാളല്ല അമ്മയേക്കാൾ ബെസ്റ്റാണ് അവര്. പക്ഷെ അവരെ കാണുന്ന ഇന്നയാളുടെ മോനല്ലേ. അപ്പൊ അത് ലെഗസിയുടെ ഭാരം എന്ന് പറയും. ഈ ലെഗസിയുടെ ഭാരം എന്റെ മക്കൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അല്ല, ഇപ്പം മാൻ വന്നാൽ തന്നെ കമ്പാരിസൺ വരും. ഓ, ഇത് സാറ് കമന്റേറ്റർ ആയി മോനെ ഇത് ചെയ്തു. അവരുടെ കഴിവിനെ ആരും അംഗീകരിക്കപ്പെടും. ലെഗസിയുടെ ഭാരം പേറി നടക്കുന്നവരുടെ കഴിവ് യഥാർത്ഥത്തിൽ സമൂഹം കാണാതെ പോകും. അങ്ങനെയാണ് ചരിത്രം. അതെ, എനിക്കൊന്ന് സാറിന് അതില്ലാത്ത സാർ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോണ്ട് ആ ഒരു ഇതിൽ സാറിന്റെ ഈ ഇതിൽ തന്നെ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ കോമ്പറ്റീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാ ഫീൽഡിലും എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെങ്ങനെ പൊളിറ്റിക്സ് ഉണ്ടോ? ആക്ച്വലി സ്പോർട്സിൽ പൊളിറ്റിക്സ് പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് ഒറ്റ പൊളിറ്റിക്സ് ഉള്ളത് സ്പോർട്സ് ആണ്. നമ്മുടെ പൊളിറ്റിക്സ് സ്പോർട്സ് ആയിരിക്കണം, അതാണ് എന്റെ പക്ഷം. ഇതേവരെ അങ്ങനെയൊന്നും ഒരു എന്താ പറയാ അങ്ങനെ ഒരു സംഗതിയൊന്നും എനിക്ക് എന്തായാലും പേഴ്സണലി ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ സാറ് പ്രൊഫഷണലി ഇത്രയും സക്സസ്ഫുൾ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ആഘോഷിക്കപ്പെടേണ്ടത് സാറിന്റെ വൈഫിനെയും പിള്ളേരെ തന്നെയാണ്. കാരണം ജീവിതത്തില് ആരൊക്കെ സക്സസ് ആയിട്ടുണ്ടോ അവരുടെ ഒരു ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വൈഫും കുട്ടികളും അതിൽ കുറച്ച് സാക്രിഫൈസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാറിന് വേണ്ട ടൈമുകളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതെങ്ങനെയായിരുന്നു? അവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇതിന്റെ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് അവരാണ്. അവരുടെ സാക്രിഫൈസിനോളം വേറെ ലോകത്ത് ആരും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ഭാര്യ എൻ്റെ ഫ്രസ്ട്രേഷൻസ് ഇപ്പം നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ഈ നിങ്ങളോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം തരുന്ന ഈ ഷൈജു ദാമോദരനല്ല യഥാർത്ഥ ഷൈജു ദാമോദരൻ. അത് നമ്മളുടെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് തരികയും ഞാൻ സംസാരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സലിംകുമാരേട്ടൻ പറയണ പോലെ ശരിക്കും ഞാൻ വേറെ എവിടെയോ ജീവിക്കുകയാണ്. ഞാനല്ല, അല്ല സത്യം പറഞ്ഞ ഇത് ഞാനല്ല, ശരിക്കും എന്നെ അറിയണമെങ്കിൽ വേറെ എവിടെയോ ജീവിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് യഥാർത്ഥ ഞാൻ. എല്ലാ ഫ്രസ്ട്രേഷനുമുള്ള മൂക്കത്ത് ഇവിടെ ശുണ്ടിയുള്ള ഭയങ്കര ദേഷ്യമുള്ള, നേരത്തെ പറഞ്ഞ സംസാരത്തെ കുറിച്ച് പറഞ്ഞു, ഒച്ച ഹൈപ്പിച്ച് ഒച്ചയൊക്കെ ഫ്ലാറ്റൊക്കെ ഇടിഞ്ഞു വിളിഞ്ഞു വീഴും, മനസ്സിലായില്ലേ? അങ്ങനെ മാത്രമുള്ളൊരു ഞാനുണ്ട്. പറഞ്ഞ പോലെ ഈ ഓവർ അഗ്രസീവ്, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയില്ലേ, അതെല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ കാലം അത്രയും എന്നെ സഹിച്ച അവർക്ക് എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും? അവരാണ് സാക്രിഫൈസ് ചെയ്തത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ പ്രാപ്തനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഷോയിലേക്ക് വിളിച്ചിട്ട് ഒരു ഗസ്റ്റായിട്ട് വിളിച്ച് നിങ്ങളോട് എന്നെ ഞാൻ സംസാരിക്കാൻ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ഷൻ്റെ പുറകിലുള്ള കാരണം വാസ്തവത്തിൽ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമാണ്. എൻ്റെ ഭാര്യയും എൻ്റെ ഫാമിലിയുമാണ് എൻ്റെ എല്ലാം. അവരാ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാനായത്. ഞാൻ ഇപ്പോഴും വളരെ ടു ബി വെരി ഹോണസ്റ്റ് ടു യു, ഞാൻ ഇപ്പോഴും ജോലി ചെയ്യാൻ പോകുന്ന ഒരു ദിവസം ഒരു കോള് പോലും എന്നെ ശല്യപ്പെടുത്തി വരില്ല എൻ്റെ വീട്ടിൽ നിന്ന്. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ മാച്ച് ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കുക, എനിക്കിന്നിപ്പോൾ ഒരു കളിയുണ്ട്, ISL ഫുട്ബോൾ അല്ലെ വേൾഡ് കപ്പോ യൂറോ കപ്പോ കോപ്പ അമേരിക്കയോ SLKയോ എന്തായിക്കോട്ടെ, എൻ്റെ ഫാമിലിക്ക് അറിയാം, പ്രീമിയർ ലീഗോ എന്തായിക്കോട്ടെ, ഇന്ന് പപ്പയ്ക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണ്. ഓക്കെ, ഇന്ന് ഉച്ച കഴിഞ്ഞ് പപ്പയെ വിളിക്കരുത്, ശല്യപ്പെടുത്തരുത്. എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും കളി കഴിഞ്ഞാൽ പറയാവൂ, അല്ലെ പപ്പയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം, മനസ്സിലായില്ല? അപ്പോൾ അത് ഇത്രയും കാലം വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് പാലിക്കപ്പെടണമെങ്കിൽ അവർ അതിലും വലിയ സാക്രിഫൈസ് എന്താ ചെയ്യേണ്ടത്? ചിലരുടെ കാര്യങ്ങൾ നമ്മൾ എത്രയോ ഒരു കോൾ വിളിച്ചിട്ട് വെള്ളം വന്നില്ല, ആളെ വിളിക്ക്, കറണ്ട് പോയി, നമ്മൾ ലൈൻമാനെ വിളിക്കും, ഇവിടെ കറണ്ട് ഇല്ല, വെള്ളമില്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി വിളിക്കുന്നു, ഒന്നുമില്ല. മക്കൾക്ക് എന്തെങ്കിലും അതൊക്കെ ഇഷ്ടം. അങ്ങനെ പറയാനാണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ തീർന്നു പോകും. ഞാനില്ലാത്തപ്പോൾ എൻ്റെ മക്കൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഒന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഭാര്യയുടെ ലെവലിലും എൻ്റെ മമ്മിയുടെ ലെവലിലും പരിഹരിച്ചു. അതാണ് അങ്ങനത്തെ ഒരു ടെൻഷനും ഫാമിലി ടെൻഷൻ ഇതേവരെ. അതാണ് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം. നാളെയും ദൈവം എനിക്ക് ഇങ്ങനെ തന്നെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് ദൈവം നീ ഇച്ചിരി ഓവറാണല്ലോ എന്ന് ദൈവം വിചാരിക്കരുത്, മനസ്സിലായി? ഇത് ഇങ്ങനെ തന്നെ കിട്ടണമെന്നാണ്. എന്നെ ഒരിക്കലും ഫാമിലിയുടെ ടെൻഷൻ ഇതേവരെ എനിക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ടെൻഷൻ എന്നെ അറിയിക്കാതെയാണ്, എന്നെ അടുപ്പിക്കാതെയാണ് എൻ്റെ ഫാമിലി എന്നെ നോക്കിയത് എന്ന് പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ സാക്രിഫൈസിനോളം പോകുന്ന ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, എന്നേക്കാൾ പ്ലീസിങ് ആയ,
പൊതുപ്രവർത്തനത്തിൽ വർഷങ്ങളോളം കൊച്ചി നഗരത്തിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. ഒരു ദിവസം പൊടുന്നതിന് ഇതെല്ലാം അവസാനിപ്പിച്ച് എൻ്റെ ഭാര്യയാവുകയാണ്. അവർ സ്വയം വേണ്ടാന്ന് വെച്ചതാണ്, അല്ലാണ്ട് നമ്മളൊരിക്കലും അവരോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രസ്ട്രേഷൻ കൂടി ആകുമ്പോഴോ, മനസ്സിലായില്ലേ? അവർക്ക് ഈസി ആയിട്ട് അവർ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു കരിയർ അനായാസം. പണ്ട് എയർ ഹോസ്റ്റസിന്റെ ഇന്റർവ്യൂവിന് വരെ പോയതാണ് എൻ്റെ ഭാര്യ. പിന്നെ എയർ ക്രൂവിന്റെ, ക്യാബിൻ ക്രൂവിന്റെ, മനസ്സിലായില്ലേ? അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കരിയർ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ വരുന്നത്, അതെല്ലാം സ്വയം വേണ്ടെന്ന് വെച്ച് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി, എൻ്റെ മക്കളുടെ അമ്മയായി, കഴിഞ്ഞ 4 നൂറ്റാണ്ട് ഫാമിലിയെ നോക്കി നടന്ന അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെറിയ കയ്യടി ഒന്നും കൊടുത്താൽ പോരാ, വലിയ കയ്യടി. സമ്മാൻ നേരത്തെ പറഞ്ഞ പോലെ ഗപ്പ് അവർക്ക്, അതെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ് എൻ്റെ 2 മക്കളെയും. അവർ ഞാനൊരു അച്ഛൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലക്ക് എന്നെ ഇതേവരെ നിരാശപ്പെടുത്തിയിട്ടില്ല എൻ്റെ 2 മക്കളും. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളതാ, നിങ്ങളുടെ പിതാവ് എന്ന രീതിയിൽ നാളെ എനിക്ക് നിരാശപ്പെടേണ്ട ഒരു സ്ഥിതി വരരുത്. നിങ്ങളുടെ അച്ഛനായതുകൊണ്ട് നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തി എന്ന് എനിക്ക് പറയേണ്ടി വരരുത്. ബാക്കി നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലൊരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങളെ ചൊല്ലി ഞാൻ നിരാശപ്പെടാൻ ഇടവരരുത്. അത് ടിൽ ഡേറ്റ് അവർ ഇത് ഇപ്പൊ വരെ പാലിച്ചിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ ജോലിയുടെ ഇടയിൽ കൂടെ എന്നെ ജോലി ശല്യപ്പെടുത്താതെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് എന്നെ എൻ്റെ ജോലിയിൽ എക്സൽ ചെയ്യാൻ അനുവദിക്കുന്ന എൻ്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ CCL ആണല്ലോ സാറിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? 2010-11 അല്ലെ? ആ ഒരു റേഞ്ചിലാണ് CCL സ്റ്റാർട്ട് ചെയ്യുന്നു. സാർ ഒറ്റയ്ക്കാണ് വഴി വെട്ടി വന്നത് ഇങ്ങനത്തെ ഒരു കമന്ററി അല്ലെങ്കിൽ ഇതൊക്കെ. ഇപ്പൊ നമുക്ക് സാർ ഒരു ഉദാഹരണം, ഒരു ഫോർ എക്സാമ്പിൾ എന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ, അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷന് കാണിക്കാൻ സാർ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരു മുളച്ച ഒരു കമന്റേറ്റർ അല്ല ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഒരുപാട് അവഗണനകളൊക്കെ സഹിച്ച, അല്ലെങ്കിൽ ഒരുപാട് പിന്തളിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ഇപ്പൊ ഇരിക്കുമ്പോൾ? അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, നമ്മുടെ എന്താ പറയാ, നമ്മളെ എന്താ പറയാ പഠനകാലത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവഗണിക്കപ്പെടുകയും നിരന്തരം ഇപ്പോഴും ആ സമയത്തും ഉണ്ടായിരുന്നു. അത് പഠനകാലല്ല, കമന്ററിയിൽ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും അത് കുറഞ്ഞെന്ന് പറയാം. അതിനു മുമ്പ് വരെ നിരന്തരമായി അവഗണിക്കപ്പെടുകയും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോവുകയും നമ്മളെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരങ്ങളും നമുക്ക് ചുറ്റുമുള്ളവർ പാഴാക്കാതിരിക്കുകയും നമ്മളെ കൂടുതൽ കൂടുതൽ നിരാശനാക്കുകയും ചെയ്തിരുന്ന ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവഗണന, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, സങ്കടപ്പെടുത്തൽ, ഇത് മാത്രം കൈമുതല, ഇത് മാത്രം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സമയത്ത് കിട്ടിയ ജീവിത അനുഭവങ്ങളായിരിക്കണം പിൽക്കാലത്ത്. ഇനിയിപ്പോൾ ഇതിലപ്പുറം എന്ത് വന്നാലും ഇതല്ല, ഇതിൻ്റെ അപ്പുറം, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇതല്ല ഇതിൻ്റെ അപ്പുറം കണ്ടത്, ഇതൊക്കെ ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് അല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അല്ല, ഇപ്പൊ ഇത്ര സക്സസ്ഫുൾ ആകുമ്പോൾ അന്ന് അവഗണിച്ചവരൊക്കെ കൂടെ ചേർന്നിട്ടുണ്ടോ സാറിന്റെ ഈ ഒരു ഉയർച്ച കണ്ടിട്ട്? കാരണം ഒരാൾ സക്സസ് ആകുമ്പോഴത്തേനും അന്ന് അവൻ അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നി പിന്നീട് വന്ന് സോറി പറയുകയോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ അങ്ങനെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ചാൾക്കാരെങ്കിലും ഉണ്ടാവും. കുറച്ചാൾക്കാരെങ്കിലും പിൽക്കാലത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അങ്ങനെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴും പറയാത്തവരും ഉണ്ട്. ഇപ്പോഴും ആ പഴയ എന്താ പറയാ, ഒരു എന്താ പറയാ, പൂർണ്ണ പരാജയമായി പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ വളരെ സിൻസിയറായി, ഇതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ആയല്ലേ, ഭയങ്കര സന്തോഷം എന്ന് പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള സ്നേഹിതരും കുറേ ഉണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു കുഴിയിൽ വീണിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇല്ലാതില്ല. ഈ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഒരു എന്താ പറയുക, സമ്മിശ്രമാണെന്നേ. ലൈഫ് അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സുഖം മാത്രമല്ലല്ലോ, ലൈഫിൽ ദുഃഖമുണ്ട്, ലൈഫിൽ കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഒരു ഒട്ടും കുണ്ടും കുഴിയില്ലാത്ത റോഡ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇടയ്ക്കൊരു വളവ് വരും, ഒരു ഹെയർ പിൻ വളവ് വരും, ചില വണ്ടി ഓഫായി പോവും, ഗട്ടർ വരും, ചാടും, ടയർ ചാടുമ്പോൾ കുലുങ്ങും, വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ലൈഫിനെ നിങ്ങൾ അങ്ങനെ സമീപിക്കുക. ലൈഫ് നിങ്ങൾക്ക് എപ്പോഴും ഒരു റോളർ കോസ്റ്റർ പോലെയുള്ള ഒരു സംഗതിയായിരിക്കും ലൈഫ്. അപ്പോൾ അതിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. ചാടി 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 പോകാൻ നിങ്ങൾ സ്വയം പ്രാപ്തനാണെങ്കിൽ, സ്വയം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതെ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാറിൻ്റെ ഈ ഒരു അനുഭവങ്ങളൊക്കെ കടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റ് കഴിഞ്ഞപ്പോഴുള്ള
ഉള്ള സാറിൻ്റെ ഒരു കമൻട്രി, ആ ഒരു മോട്ടിവേഷൻ കമൻട്രി ഉണ്ടല്ലോ, നമ്മളെല്ലാം വിജയത്തിൻ്റെ കമൻട്രി ആഘോഷിക്കുമ്പോൾ സാറിൻ്റെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് തോറ്റാലും സാർ അവിടെ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്. അത് കാണികളായ ഒരുപാട് പേർക്ക്, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അറിയാണ്ടോ തട്ടുന്നുണ്ട്. അത് സാർ അറിഞ്ഞോ അറിയാതെയോ തോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ കമൻട്രി അത് എടുത്തു പറയേണ്ട കാര്യമാണ് സാറിൻ്റെ. അത് ഈ അനുഭവങ്ങളിൽ നിന്നാണോ കിട്ടുന്നത്? തീർച്ചയായിട്ടും ആയിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിജയം മാത്രമല്ല ജീവിതം, തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു ദിവസം തോൽവിയെ നേരിടേണ്ടി വരുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, ആ തോൽവിയെ പുഞ്ചിരിയോടെ നേരിടുകയും എന്തുകൊണ്ട് ആ തോൽവി പറ്റി എന്ന് സ്വയം വിലയിരുത്തുകൾ നടത്തുകയും തോൽവി പറ്റാനിടയായ കാരണങ്ങൾ അറിയുകയും അത് കറക്റ്റ് ചെയ്യുകയും നാളെ ആ തോൽവിയെ വിജയമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യണം. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല, ISLന്റെ കാര്യം മാത്രമല്ല, ഈ നമ്മുടെ ഈ പരിപാടി കാണുന്ന ഓരോരുത്തർക്കും ഉള്ളൊരു സംഗതിയാണ്. ലൈഫ് ഇങ്ങനെയാണ്. നിങ്ങൾ ഇന്ന് തോൽക്കും, പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കുകയും ഓർക്കുകയും ആ തോൽവി പറ്റാനിടയായ കാരണങ്ങളെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ നാളെ നിങ്ങളുടെ ആടോ, നാളെ നിങ്ങൾ ജയിക്കും ജീവിതത്തിൽ. മനസ്സിലായില്ലേ? അതിലേക്ക് നിങ്ങളെ നയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പന്ത് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീം പരാജയപ്പെട്ട് ടീമും നിങ്ങളും ഒരേപോലെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന കമൻട്രി പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷനിലായിരിക്കണം. അതിലതെ തോറ്റു, സങ്കടമായി, ഭയങ്കര വിഷമായി, അയ്യോ ജീവിതം പോയി, ഇനി തകർന്നു, അല്ലെങ്കിൽ ഇനി ഇല്ല, തീർന്നു, ദിസ് ഈസ് ദ എൻഡ്, ദിസ് ഈസ് ദ ഡെഡ് എൻഡ്. അങ്ങനെയല്ല, ദിസ് ഈസ് ദ ബിഗിനിങ്. ഈ തോൽവിയിൽ നിങ്ങൾ നിരാശരാവരുത്. കാരണം നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും കഴിയും. ജീവിതം ഒരു തോൽവി കൊണ്ട് അവസാനിക്കുന്നതോ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതോ അല്ല ജീവിതം. ഈ ട്രോഫി അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ആ ട്രോഫിയിൽ നിങ്ങൾ ഇതേവരെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ട്രോഫിയിൽ നിങ്ങൾ ഇതേവരെ തൊടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ആ ഫയറാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആണ് ഈ സാധനം. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഫയറെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ഫയർ ഉണ്ടാവണം. ആ ഫയറാണ് ഇന്നത്തെ തോൽവി. ഇന്നലെ തോറ്റു, ഇനി നാളെ ശരിയാക്കി തരാം. മനസ്സിലായില്ല? ആ സാധനത്തിലേക്ക് കേൾവിക്കാരെയും പ്രേക്ഷകരെയും നയിക്കുക എന്നത് തന്നെയല്ലേ ഒരു കമന്റേറ്ററുടെ ജോലി. അതെ, സത്യം. ഈ കമന്ററി റൂമിൽ ഇരിക്കുമ്പോൾ സാറിന് ഇപ്പോൾ ഹൈ പ്രഷർ ആയിട്ടുള്ള പല മൊമെന്റ്സ് വരും, അല്ലെങ്കിൽ പല ബ്രേക്ക് ഡൗൺസും വരും. അതെങ്ങനെയാണ് സാറ് ഒരു സ്റ്റേ കാമായിട്ട് എങ്ങനെയാണ് അതൊന്ന് കൈകാര്യം ചെയ്യുന്നത്? ലൈവായിട്ട് കമന്ററി പറയുമായിരിക്കും. അൺബിലീവബിൾ ആണ്. അത് വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഈ നല്ല ചോദ്യമാണ്. കാരണം അങ്ങനെ 100,000 ഇൻസിഡൻസ് വന്നിട്ടുണ്ട്, ഹൈലി ഇമോഷണൽ. അതെ, എൻ്റെ പല കമന്ററികളും നിങ്ങളെടുത്ത് റിസർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കമൻട്രികൾ ഞാൻ കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ഒരു വോയിസ്, ആ ശബ്ദം ശരിക്കും എടറിയ തൊണ്ടയും എടറിയ സൗണ്ടും കരച്ചിലിൻ്റെ വക്കത്ത് വന്ന് മടങ്ങിപ്പോകുന്ന ഒരു വോയിസ് മോഡുലേഷൻ കാണാൻ പറ്റും. കരച്ചിലിൻ്റെ വക്കത്ത് വന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരു മോഡുലേഷൻ കാണാൻ പറ്റും. അങ്ങനത്തെ 100,000 സന്ദർഭങ്ങളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ എന്താ പറയുക, കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ ഫൈനലിന് ക്വാളിഫൈ ചെയ്ത 2 തവണയും സെമി ഫൈനലിൽ ജയിച്ച് ക്വാളിഫൈ ചെയ്യുന്ന സമയവും, ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സ് 2 ഫൈനൽ തോറ്റ സമയം, അതേപോലെ ISLൻ്റെ ഒരു വർഷത്തെ ഫൈനലിൽ അമൈർ റാണവ്ഡെ എന്ന് പറയുന്ന മുംബൈ സിറ്റിയുടെ പ്ലെയർ കൂട്ടിയിടിച്ച് ഗ്രൗണ്ടിൽ വീണ് ശരിക്കും മരിക്കാറായതാ. കാരണം അയാളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. അയാളുടെ മറ്റേ ഹൃദയം ഓൾമോസ്റ്റ് നിലച്ചു. അയാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ അയാളുടെ ടീമിലെ കളിക്കാരും എതിർ ടീമിലെ കളിക്കാരും എല്ലാവരും കരയാണ് ഗ്രൗണ്ടിലിരുന്ന്. ഭയങ്കര പാനിക് സിറ്റുവേഷൻ. ISL ഫൈനലാണ്, എനിക്ക് തോന്നുന്നു മുംബൈ സിറ്റി മോഹൻ ബഗാൻ ഫൈനലാണ്, ഒരു കപ്പിൾ ഓഫ് സീസൺസ് ബിഫോർ, ഒരു 3-4 സീസൺ മുമ്പാണ്. ആ സമയത്ത് കമന്ററി പറയാണ് കമന്ററി ബോക്സിൽ. ആ സമയത്ത് കളിയല്ല, ആ കളിക്കാരനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വരുന്നൊരു ഇമോഷൻ, അത് നമ്മുടെ ടീമിൻ്റെ കളിക്കാരനല്ലെങ്കിൽ പോലും അയാൾ ഫുട്ബോളറാണ്, ഫുട്ബോൾ നമ്മുടെ ഗെയിമാണ്, ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ലോകത്ത്. അപ്പം അയാൾക്ക് വേണ്ടി നമ്മൾ പറയാൻ നമ്മുടെ ഉള്ളു കരയും. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഇമോഷണൽ സിറ്റുവേഷൻസ് ഒരുപാട് ഞാൻ എന്താ പറയുക അഭിമുഖീകരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം ആ സമയത്തൊക്കെ എന്താ പറയുക ഈ കരച്ചിലിൻ്റെ വക്കത്ത് വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ആ കമൻട്രിയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പല സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയോ പറ്റുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. അതും ഒരു സ്പെഷ്യൽ ഒരു പവർ അല്ലേ നമുക്കത് തന്നിട്ടുണ്ടാവും. ഇപ്പം സാറിൻ്റെ ഈ ഒരു ജേർണി എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഒരുപാട് 15 years പ്ലസ് ആയല്ലേ കമൻട്രേറ്ററിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആക്ച്വലി സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് വാട്ട് യു മീൻ ബൈ സ്പോർട്ട് ആസ് യുവർ ഡെഫിനേഷൻ എന്തായിരിക്കും? ലോകത്ത് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഒന്നിപ്പിക്കുകയും ആൾക്കാരെ എന്താ പറയുക ഒരു ഹാർമണി എന്ന് പറയുന്ന സംഗതി, അതിനു വേണ്ടിയാണ് സ്പോർട്സാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആളുകൾക്ക്
സ്പോർട്സിൻ്റെ കാര്യം വരുമ്പോൾ ആൾക്കാർ ഒരുമിച്ച് നിൽക്കും ലോകത്തെ എവിടെയും. അപ്പം ഹാർമണി മീൻസ് സ്പോർട്സ്, ഹാർമണി ത്രൂ സ്പോർട്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് വേൾഡിൻ്റെ ഹാർമണിയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ഹാർമണി ആയിട്ടാണ് എനിക്ക് സ്പോർട്സ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ISL കമൻട്രി ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചാൽ. എല്ലാവർക്കും എപ്പോഴും നന്മകൾ വരട്ടെ, എല്ലാവർക്കും ആപത്തുകളൊന്നും വരാതിരിക്കട്ടെ, എല്ലാവരും എവിടെയാണെങ്കിലും സുഖമായിരിക്കട്ടെ എന്നാണ് ആ വാചകങ്ങളുടെ അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് തന്നെ പറയുന്നില്ല, ഇതിപ്പോൾ കളിയൊക്കെ കളി തന്നെയാണ്, പക്ഷേ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഒരു സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന് പറയുന്നിടത്താണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഹാർമണിക്ക് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഇപ്പം ഈ കമൻറ്റേറ്ററി ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എനിക്കറിയാവുന്നവരെ തന്നെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചുമ്മാ ഇതങ്ങ് പല പ്ലെയേഴ്സിന് വേണ്ടിയായിരിക്കും സാർ ആ കമൻറ്റേറ്ററി പറഞ്ഞേക്കുന്നത്. പ്രത്യേക ഒരു എനർജിയാണ്. നമുക്ക് എന്താ ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ആ ഒരു പവറുണ്ട് സാറിൻ്റെ വേർഡ്സിന്. അപ്പോൾ പേഴ്സണലി ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ പേഴ്സണലി വിളിച്ച സാറിനോട് ഒരു രക്ഷയില്ല കേട്ടോ, ഞങ്ങളെപ്പറ്റി പറഞ്ഞത് ഓർത്ത് ഞങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നുന്നു, അങ്ങനെ പറഞ്ഞ നിമിഷങ്ങളുണ്ട്. കുറേ പേരുണ്ട്, നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലുള്ള കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ പലരും, പിന്നെ അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ISL കളിച്ച ഇന്ത്യക്കാരല്ലാത്ത ISL കളിച്ച പ്ലേയേഴ്സും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ആഗ്രഹം, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് 2 ഐക്കോൺസിന് വേണ്ടിയിട്ടാണ്. 2-3 ഐക്കോൺസിന് വേണ്ടി. ഞാൻ റൊണാൾഡോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കമന്ററികളിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ അല്ലേ ശ്രദ്ധിക്കപ്പെട്ടു, ഇന്റർനാഷണൽ. എല്ലാ മെസ്സിക്ക് വേണ്ടി പറഞ്ഞു, അതേപോലെ നെയ്മർക്ക് വേണ്ടിയും പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ നിൽക്കുമ്പോൾ ഇവരെയൊക്കെ അത് അവരുടെ സാമീപ്യത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ അവർ നിൽക്കുമ്പോൾ അതവരെ കേൾപ്പിക്കുകയും അല്ലെങ്കിൽ അവരോട് അത് അങ്ങനെ തന്നെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് പറയാനും സാധിക്കുക എന്നുള്ള ഒരു സംഗതിയാണ് എൻ്റെ അൾട്ടിമേറ്റ് ഒരു ആഗ്രഹം, സ്വപ്നം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മെസ്സി നമ്മുടെ ഇന്ത്യയിൽ വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ ഏറ്റവും ആരാധിക്കുന്ന ഒരു സ്പോർട്സിലൊന്നാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. മെസ്സി വന്നു പോയത് പലർക്കും സങ്കടം ഉണ്ടാക്കി. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു വരും, നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയാലും സ്പോൺസേഴ്സ് ആയാലും ഒക്കെ ഒരുപാട് പറഞ്ഞു വരും എന്ന്. അപ്പം ആ സമയത്ത് സാറും അങ്ങനെ തന്നെ ബിലീവ് ചെയ്തു മെസ്സി വരും, എന്തായാലും കേരളത്തിൽ ഇനീഷ്യേറ്റീവ് നിലക്ക് അതിൽ എന്താ പറയാ, വരട്ടെ. ഇപ്പോഴും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് നമ്മളിപ്പോ എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരിക്കൽ ഒരു ദിവസം മെസ്സി വരും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. മനസ്സിലായില്ലേ? ഒരിക്കൽ ഒരു ദിവസം, അതിനുവേണ്ടി എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരിക്കൽ ഒരു ദിവസം. ഇപ്പം മെസ്സി ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വന്നു പോയപ്പോൾ ഇപ്പം ബോംബെ അല്ലെ മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഡൽഹി ഇവിടെയൊക്കെ വന്നില്ലേ? മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെയൊക്കെ വന്നപ്പോൾ കിട്ടിയ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് ഹ്യൂജ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച്, മെസ്സി തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞല്ലേ പോയത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ മെസ്സി വന്നപ്പോൾ ഇത്രയും വലിയ ആക്സെപ്റ്റൻസ് കിട്ടിയെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോളിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ടെന്നും ഇന്ത്യയിൽ ഫുട്ബോളിന് ഇപ്പോഴും ആരാധകരുണ്ടെന്നും ഇന്ത്യൻ ഫുട്ബോളിന് ഇഷ്ടംപോലെ ആളുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴും ഉണ്ടെന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ ഫുട്ബോളിന് ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇന്ത്യയിൽ ഫുട്ബോൾ ആക്സെപ്റ്റ് ചെയ്യാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും കേരളത്തിലേക്കും ഇന്നല്ലെങ്കിൽ നാളെ മെസ്സി വരും. ആ മെസ്സിയുടെ വരവ് കേരള ഫുട്ബോളിന് ഗുണകരമാവട്ടെ. എന്ത് സംഭവിച്ചാലും അത് കേരളത്തിനും കേരള ഫുട്ബോളിനും ഗുണം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും. അപ്പം മെസ്സി വരുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റേഡിയം നന്നാക്കുന്നു, വെരി ഗുഡ്. അതൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ അതിനുവേണ്ടി നന്നാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഗുഡ്. അത് ഫുട്ബോൾ കളിക്കാനുള്ള സംഗതിയല്ല, നല്ല കാര്യം. നല്ല സ്റ്റേഡിയമൊക്കെ മിനിക്ക് ഗംഭീരമായിട്ട് പണിയൊക്കെ നടക്കട്ടെ, വെരി ഗുഡ്. അത് നടക്കട്ടെ, ഒടുവിൽ വരും എന്ന് ഞാൻ നിങ്ങളെപ്പോലെ ഓരോ എന്നെ പുറത്ത് കാണുന്ന എല്ലാ സാധാരണക്കാരനും ഈ ഒറ്റ ചോദ്യം, സാറേ മെസ്സി വരുമോ? അവരെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ല, ഇതിന്റെ സ്പോൺസറായ റിപ്പോർട്ടിന്റെ CEO റോയി അഗസ്റ്റിൻ പറഞ്ഞു, എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുത്താതിരിക്കാൻ വേണ്ടിയുള്ള പല നടപടികൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് തകർക്കാനാണ് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ഞാൻ കണ്ടിരുന്നു. അതെന്താണ് സോഷ്യൽ മീഡിയയുടെ അതൊരു പ്രചരണം കാരണമാണോ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അങ്ങനെയല്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഗതിയല്ലേ. ഇപ്പം നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങളൊരു സംഗതി കൊടുക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് നിങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഗതിയെ കൺട്രോൾ ചെയ്യാനോ ഒന്നും എനിക്ക് സാധിക്കില്ല.
സോഷ്യൽ മീഡിയ ഡ്രിവൺ സമൂഹം, സോഷ്യൽ മീഡിയ ഡ്രിവൺ ആയിപ്പോയി നമ്മുടെ, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയുടെ പുറകെ ആയിപ്പോയി നമ്മുടെ സമൂഹം. അല്ലാണ്ട് അതൊന്നും ഒരു കാരണമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ മീഡിയയുടെ പകുതി മുക്കാൽ ഇപ്പം എന്താ സോഷ്യൽ മീഡിയ ആണ് കൈയെടുത്തിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് കാരണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഇനി ഒരു യുഗം ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ ഡിജിറ്റൽ വിപ്ലവമല്ലേ, കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ സോഷ്യൽ മീഡിയ, ആദ്യം സോഷ്യൽ മീഡിയയിലായിരുന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് മുമ്പിൽ. അത് കാലത്തിന്റെ ഒരു കാലത്തിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ, കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങളിലും നമ്മുടെ രീതികളിലും മാറ്റം വരുന്നതിൻ്റെ ഏറ്റവും വലിയ സംഗതിയാണ് ഈ മീഡിയ വേൾഡിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനാത്മകമായി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്. അതായത് സോഷ്യൽ മീഡിയയും ഓൺലൈൻ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ മെയിൻ സ്ട്രീമായിട്ട് മാറിയത്. കാരണം അവർ പറയുന്നതാണ് ശരി, അവരാണ് കൂടുതൽ, അവർക്കാണ് വ്യൂ, അവരിലേക്കാണ് കാണികളും പ്രേക്ഷകരും പോകുന്ന അവരിലേക്കാണ്. അത് കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റമാണെന്നേ, കാലത്തിൻ്റെ മാറ്റമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതെ, ഇപ്പം ഈ മെസ്സി വന്നപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. ബഹുമാനപ്പെട്ട ശ്രീ സുനിൽ ഛേത്രി വന്നപ്പോൾ വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് നൽകിയില്ല. നമ്മളിവിടെ മർഡോണ വന്നപ്പോഴത്തേനും നമുക്ക് IM വിജയൻ സാറിന് നമ്മൾ അതേപോലെയായിരുന്നു ട്രീറ്റ് ചെയ്തത്. അവർ മൈതാനത്തിൽ അവരുടെ പ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പം അതെങ്ങനെ ആസ് എ ഒരു സ്പോർട്സ് കമൻറ്റേറ്റർ എന്ന നിലയിൽ സാറിന് എന്താണ് തോന്നിയത് ആ വീഡിയോസും കാര്യങ്ങളും കണ്ടത്? കാരണം അതെടുത്ത് പറയാൻ കാരണം മറ്റേ തെലുങ്കാനയുടെ മിനിസ്റ്ററായിട്ട് നമ്മുടെ മെസ്സി മൈതാനത്തിൽ ഫുട്ബോൾ തട്ടിക്കളിക്കുകയും നമ്മൾ ആ രംഗം അവർ രണ്ടുപേരിലായിട്ടാണ് എല്ലാ പ്രേക്ഷകരും എന്താ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഓർഗനൈസേഴ്സ് മറുപടി പറയേണ്ട സംഗതിയല്ലേ. ഓരോ സംഗതികൾ ഓർഗനൈസ് ചെയ്യുന്നവരിൽ അവരാണ് അതിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസൈസീവ് ഫാക്ടർ. സുനിൽ ഛേത്രിയെയും മെസ്സിയെയും കൊണ്ട് പന്ത് തട്ടിക്കുകയും അതൊരു നല്ല സാധനമല്ല. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഒരാൾ, ഇന്ത്യയുടെ ലെജൻഡറി ഫുട്ബോളായ ഒരാൾ ആ ചടങ്ങിന് വരുമ്പോൾ അദ്ദേഹവും മെസ്സിയുമായിട്ടുള്ള ഒരു പാസിങ് സംഗതികൾ അറേഞ്ച് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആ പരിപാടി എവിടെയാണോ നടന്നത് ആ നടന്ന സ്ഥലത്തെ ഓർഗനൈസർമാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അതെ, സാറിന് വേറെ പ്രത്യേകിച്ച് സാറിൻ്റെ ഇപ്പം ഈ അഭിപ്രായത്തിൽ ഇപ്പം ഇത്രയും കോടികൾ മുടക്കി മെസ്സിനൊക്കെ കൊണ്ടുവന്നു, അപ്പം നമ്മുടെ ഇന്ത്യൻ ടീമിന് അതിനും കൊണ്ടൊരു പ്രയോജനം ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീമും ഇനിയും കയറാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസും മെസ്സിയുടെ വരവും തമ്മിൽ ഒരു ബന്ധമില്ല, അത് രണ്ടും രണ്ടാണ്. ഓക്കെ, മെസ്സിയുടെ വരവിന് വേണ്ടി മുടക്കിയ കാശോ അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുപോകാൻ, അതിനെ നിങ്ങൾ കാണേണ്ടത് ഇന്ത്യയിലും ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിന് ഇത്രയും ആരാധകരുണ്ട്, ഫുട്ബോൾ ഇന്ത്യയിൽ ഫുട്ബോൾ മോശമല്ല എന്നൊരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാനും ലോകത്തിന് മനസ്സിലാക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെയാണ് കേരളത്തിൽ വരുമ്പോഴും കേരളത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല, ഇത്രയും വലിയൊരു ഹ്യൂജ് ഫുട്ബോൾ ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് മെസ്സിയുടെ വരവ് മാറും. അപ്പം മെസ്സിയുടെ വരവിനെ നമ്മൾ, അല്ലെങ്കിൽ മെസ്സിയല്ല ആരായാലും, ഏത് ഫുട്ബോൾ ഐക്കോൺ ആയാലും ഏത് ഫുട്ബോൾ വേൾഡ് ഫുട്ബോൾ ലെജൻഡ് ആയാലും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിനെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് അങ്ങനെയാണ്. അതല്ലാതെ നാഷണൽ ടീമിൻ്റെ മൈതാനത്തെ പെർഫോമൻസും ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു AI വീഡിയോ ഞാൻ കണ്ടു. അതിൽ കമൻറ്റേറ്ററായിട്ട് സാർ ഇരിക്കുന്നു, മെസ്സി ഗ്രൗണ്ടിൽ വരുന്ന കേരളത്തിൽ വന്നാലുള്ള ഇപ്പം AI ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ, അപ്പം ആ വീഡിയോസ് സാറ് കണ്ടിരുന്നു? ആണോ? അതിൽ ഒരുപാട് പേര് നിൽക്കുന്നു, സാറ് ഗാലറിയിൽ അല്ല മറ്റേ കമൻട്രി റൂമിൽ ഇരുന്ന് കമൻറ്റ് പറയുന്നു, മെസ്സി ഇങ്ങനെ നോക്കുന്നു, അങ്ങനത്തെ ഒരുപാട് AI വീഡിയോസ്. കാരണം കേരളത്തിൽ വരാത്തതിൻ്റെ ഒരു സങ്കടം ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പേളിമാണിയുടെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ മാത്രമാണോ? ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തപ്പോഴാ യൂട്യൂബില് അതെ പേളിമാണി എന്ന് വെച്ചാൽ കേരളത്തിൽ അത്രയും പേരാണല്ലോ ഈ ഫുട്ബോളിന്. ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ അത്രയും ആരാധകർ ഏറ്റവും കൂടുതലുള്ളതാണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര നിരാശയോടെയാണ്. കുറേ പേര് പോയി തോന്നുന്നു, പോവാതെ കാണാതെ പറ്റാണ്ടാണ്. കൊൽക്കത്തയിലൊക്കെ ഭയങ്കര ഇത് പറഞ്ഞല്ലേ, ഇത് ലോജിസ്റ്റിക്കലി കുറെ ചാലഞ്ചസ് ഉള്ള ഒരു സംഗതിയാണ് ഇപ്പൊ കൊൽക്കത്തയിൽ നടന്ന സംഭവം. അതെ, കൊൽക്കത്തയില് ചില്ലറ കളിയല്ല, മനസ്സിലായാലും. കേരളത്തിൽ അപ്പൊ എല്ലാരും പറഞ്ഞു കലൂര് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും. കേരളത്തിൽ ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ ലോജിസ്റ്റിക്കൽ ചാലഞ്ചിനെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. എന്താണ്, എന്തൊക്കെ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കൂട്ടം വരികയും അവരെ എങ്ങനെ നിയന്ത്രിക്കും, ഇതൊക്കെ വലിയ ഉത്തരവാദിത്തപ്പെട്ട സംഗതിയാണ്. അതും കൂടി നമ്മൾ ആലോചിക്കണം. അതെ, സാറ് എന്താ പോകാതിരുന്നത് തിരക്കുകൾ മൂലമാണ്? SLK യിലായിരുന്നു. ഞാനിപ്പോ SLK കഴിഞ്ഞ് 2 ദിവസം മുന്നേ അല്ലേ SLKയുടെ ഫൈനൽ കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയത്. അതുകൊണ്ട് മാത്രമാണ്. മണ്ണാർക്കാടുള്ള ഒരു കമ്പനി
അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്തിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റാത്തത്, സ്വീകരിക്കാൻ പറ്റാതിരുന്നത് SLKയുടെ തിരക്കിലായി പോയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ജോബ് ഫസ്റ്റ് അല്ലേ? അങ്ങനെ അല്ല, അവരുടെ നമ്മൾ ഒരു കമ്മിറ്റഡ് അല്ലേ. പിന്നെ അതിൻ്റെ ഇടക്ക് അല്ല ഇത് ഞാൻ പോയിട്ട് വരട്ടെ, അങ്ങനെ പോയി ഇട്ടിട്ട് പോകാൻ പറ്റില്ല. സാർ ഇപ്പൊ ഈ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വിസ്മയം തീർക്കുന്നോണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എവിടെ നോക്കിയാലും ലിറ്ററേച്ചർ ഫെസ്റ്റ് അങ്ങനെ ഒരുപാട് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും സാറിനെ കാണാൻ പറ്റുന്നില്ല, തിരക്കുകൾ മൂലമാണോ? കമൻട്രിയിൽ ലിറ്ററേച്ചർ ഇല്ല എന്ന് അവർക്ക് തോന്നിക്കണം. കമൻട്രി ലിറ്ററേച്ചറുമായി ബന്ധമില്ല എന്ന് ചിലപ്പോൾ തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊന്ന്. രണ്ട്, സംസാരിക്കൽ തന്നെയാണ് എൻ്റെ ജോലി. അപ്പം ഓവറായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഇനി സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേറെ വേണോ? അങ്ങനെയും ചിന്തിക്കാം. മനസ്സിലായില്ലേ? ചിന്തിക്കാം. വളരെ ലളിതമായ ഉത്തരം പറഞ്ഞു. ഇപ്പൊ സാറ് CCL ആയാലും ISL ആയാലും ഒരു ആത്മബന്ധം ഉണ്ടല്ലോ സാറിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. എസ്പെഷ്യലി ISL. അപ്പൊ CCL വഴി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സെലിബ്രിറ്റി ഫ്രണ്ട്ഷിപ്പ് ഏതാണ് സാറിന്റെ? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരാളെടുത്ത് പറഞ്ഞാൽ മറ്റേക്ക് സങ്കടാവില്ല. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓക്കെ, എല്ലാവരും സാറിന്റെ കമന്റേറ്ററി കണ്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇത് കൊള്ളായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞ സെലിബ്രിറ്റീസും ഒരുപാട് പേരുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്താ പറയാ, സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റേ സാധനം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അത് അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു, അത് കണ്ടു, ഇത് കണ്ടു, നല്ല, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ എപ്പോഴും മെസ്സേജ് അയച്ചില്ലെങ്കിലും കാണുമ്പോൾ വല്ലപ്പോഴൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. കൊള്ളാം, നിങ്ങൾ മറ്റേ ആ സാധനം ഞാൻ കണ്ടു, അതുകൊണ്ട് ഈ ഇടക്ക് ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻട്രി ഞാൻ പറഞ്ഞിരുന്നു. മറ്റേ SLKന്റെ ഞെട്ടിക്കൽ ബിരിയാണിയെ കുറിച്ച് വഴി എല്ലാം കാണുന്ന എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ തന്നെ പറയുമ്പോൾ അപ്പോഴാണ് പറഞ്ഞത്, ഓ SLK ഞെട്ടിക്കൽ ബിരിയാണി കേട്ടിരുന്നു, ഭംഗി ഗംഭീരമായിരുന്നു. അതിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ അടുത്താക്ക് സങ്കടമില്ല. അങ്ങനെ സൗഹൃദങ്ങൾ ഉള്ള ആളുകളൊന്നും നമ്മളെ നിരാശപ്പെടുത്താറില്ല ആ കാര്യത്തിൽ. അതായത് എന്താ പറയുക, ഒന്നും നല്ലത് പറയുന്ന കാര്യത്തിൽ ആരും നിരാശപ്പെടുത്താറില്ല. ഇപ്പൊ CCLന്റെ ആ ഒരു ഹിസ്റ്ററിയിൽ ഏറ്റവും ഫസ്റ്റ് ട്രെൻഡിങ് ആയത് ലാലേട്ടനെ വെച്ച് ലാൽട്ടൻ എന്ന് പറഞ്ഞ ഒരു കമന്ററി ആണ്. ഇപ്പം ചോദിക്കുക, കമന്ററികൾ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ വരുമ്പോൾ സാറിനെ കൊണ്ട് ഒരുപാട് പേര് ചെയ്യിപ്പിക്കാറുണ്ട്, ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. എസ്പെഷ്യലി മറ്റേ മെസ്സിയുടെ ആ ഒരു കമന്ററി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, വിനയ് ഫോർട്ട് മറ്റേ എവിടെ ചെന്നാലും കോളേജിൽ ചെന്നാലും മറ്റേ പ്രേമത്തിലെ ജാവ പവർഫുൾ ആണ്, സൂപ്പറാണ്. ഓ ഇത് പറഞ്ഞു 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 മടുത്തു, അത് പറയിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വേദിയിലും പോണേന്ന് വിനയച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണോ സാറും? ഉറപ്പല്ലേ, എവിടെ പോയാലും നമ്മൾ ഓരോ സ്ഥലത്ത് പരിപാടിക്ക് പോകുമ്പോൾ അവിടെ പോയി നമ്മൾ ഈ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുപാട് മോട്ടിവേഷണലായിട്ടുള്ള കുറേ സംഗതികൾ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്തതിന് ശേഷം ചിലപ്പോൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് അവിടെ ആയിരുന്നു, സാറേ അതും കൂടി ഒന്ന്, ഏത് പിള്ളേരുടെ ആഗ്രഹം അതാണ്, ഏത് മറ്റേ അടയാളപ്പെടുത്തുന്ന കാലമേ കമൻട്രി, അല്ലെങ്കിൽ മറ്റേ റൊണാൾഡോ മറ്റേ തിരുമ്പി വന്നിട്ട് ചൊല്ലി, ഇത് ഈ പറഞ്ഞ പോലെ ചെയ്യുമാണ്. അത് എവിടെ നമ്മൾ എന്ത് പോയാലും ആൾക്കാർക്ക് അവസാനം, അല്ലെങ്കിൽ കുട്ടികളായാലും മറ്റേ കമൻട്രിയും കൂടെ ഒന്ന് പറയും. അത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുക, അത് തന്നെ എല്ലാം ആസ്വദിക്കുക. അല്ല അപ്പൊ സാറ് ഇവിടെ എങ്ങനെ അതിങ്ങനെ അടക്കി വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്ര സ്ഥലത്ത് മനസ്സിലായില്ലേ, എത്ര മൈക്കിൽ കൂടെയൊക്കെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഐക്കോണിക് ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലേ അത് ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് അതിനെ പറഞ്ഞ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണത്. സമൂഹത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുന്ന വളരെ കൃത്യമായ ഒരു സംഗതിയാണത്. അതിനെ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. നമ്മളിനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന അതാണ്, അത് മായൂല, അത് അങ്ങനെ കിടക്കും. ഇപ്പൊ 2026 നെക്സ്റ്റ് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. സാർ ആഗ്രഹിക്കുന്ന ഒരു കൺട്രീസ് ഏത് തമ്മിൽ ആകണം അല്ലെങ്കിൽ ഫൈനൽ എന്നാണ് വിചാരിക്കുന്നത്? അത് കുഴപ്പം പിടിച്ച ചോദ്യമാണ്. എല്ലാ നല്ല ഫുട്ബോൾ കളിക്കുന്ന ഏത് കൺട്രിയും ഫൈനലിൽ കളിക്കട്ടെ, 2 ടീം ഫൈനലിൽ കളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇന്ന കൺട്രി ജയിച്ച് ഫൈനലിൽ എത്തണം, അവർ ജയിക്കണം, അവർ തമ്മിൽ ഫൈനലിൽ കളിക്കണം എന്നതിലുപരിയായിട്ട്
ആരാണോ നല്ല ഫുട്ബോൾ കളിക്കുന്നത്, നല്ല ഫുട്ബോൾ എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കുന്നത്, ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ആരാണെങ്കിലും അവരെല്ലാവരും അവർ ജയിക്കട്ടെ, അവർ തമ്മിൽ ഫൈനൽ കളിക്കട്ടെ, അവർ ജയിക്കട്ടെ. ജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ ഇഷ്ടം പോലെ ടീമില്ല, എല്ലാവരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുക. കളി സ്പോർട്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ അർജന്റീന ഒരു വട്ടം കൂടി ജയിക്കണം, ഓഫ് കോഴ്സ് ഒരു വട്ടം കൂടി ജയിക്കട്ടെ. ഇപ്പോൾ ബ്രസീൽ ജയിച്ചിട്ട് കുറേ ആയില്ലേ, ബ്രസീൽ ജയിക്കട്ടെ, ഇനി കുറേ നാളായില്ലേ ബ്രസീൽ. ഒരു തവണ പോലും വേൾഡ് കപ്പ് ജയിക്കാത്ത പോർച്ചുഗൽ ഒരു തവണയെങ്കിലും റൊണാൾഡോയ്ക്ക് വേണ്ടി ജയിക്കട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്നവരില്ല. അപ്പം അങ്ങനെ ആഗ്രഹിക്കാനാണെങ്കിൽ ഓരോരുത്തർക്കും ആഗ്രഹിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ട്. അതാ പറഞ്ഞത്, ഇപ്പം സ്പെയിൻ പുതിയ തലമുറ ലമീൻ യമാലിനെ പോലത്തെ പുതിയ തലമുറ കളിക്കാർ വരുന്നു. കൊള്ളാം, സ്പെയിൻ ജയിക്കട്ടെ, ലമീൻ യമാല കളിക്കാൻ പോവാണ്, മനസ്സിലായില്ലേ? ബ്രസീലിന് റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയർ പോലത്തെ പ്ലേയേഴ്സ് കളിക്കാൻ പോവാണ് ഈ വേൾഡ് കപ്പ്. അപ്പോൾ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യട്ടെ. വേണ്ട, മറ്റേ മെസ്സി വീണ്ടും നിലവിലുള്ള ചാമ്പ്യന്മാർ പൂർവാധികം ശക്തിയോടുകൂടി വേൾഡ് കപ്പിന് വരുന്നു, അവർ കിരീടം നിലനിർത്തട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, തെറ്റൂല. ഇനി നമ്മൾ ഈ പറഞ്ഞ ആരാണ് ഗോട്ട് എന്ന മത്സരത്തിൽ അവസാനം ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരവസരം കൂടി, രണ്ടുപേർക്കും ഒരു അവസരം കൂടി. റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടും, സന്തോഷമേ ഉള്ളൂ, മനസ്സിലായില്ലേ? റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടുകയാണെങ്കിൽ പോർച്ചുഗലിനും, അത് ഈ റൊണാൾഡോ കളി നിർത്തുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗലിൽ കിട്ടിയാൽ വളരെ സന്തോഷം. അപ്പം ആര് ജയിച്ചാലും, ഇവരിലൊക്കെ ആര് ജയിച്ചാലും ലോക ഫുട്ബോളിനും പന്ത് കളി ഇഷ്ടപ്പെടുന്നവർക്കും പന്ത് കളി കാണുന്നവർക്കും എന്താ പറയുക, അവർക്ക് മനസ്സ് നിറയണം, അവർ എൻ്റർടൈൻഡ് ആവണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഇപ്പോൾ കമൻട്രി റൂമിലിരിക്കുമ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമാണ് നമുക്കത് മൈക്കിൽ കൂടെ പവർഫുൾ വേർഡ്സിലൂടെ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പറയാൻ ഈസിയാണ്, ഓക്കെ പ്രസൻസ് ഓഫ് മൈൻഡോടെ ഇരിക്കുക. പക്ഷെ നമ്മൾ ഒരു സെക്കൻഡിൽ തന്നെ പല പല ചിന്തകളിലൂടെ നമ്മുടെ മൈൻഡ് പോകുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ മാച്ച് ഡേയുടെ സാറിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഹ്യൂജാണ്, ഹെവിയാണ്. ആരൊക്കെ തമ്മിലാണ് കളിക്കുന്നത്, ആ കളിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റ് എങ്ങനെയാണ്, ഈ ടീമുകൾ എത്ര ഗോൾ അടിച്ചു, ആ കളിക്കാർ എത്ര ഗോൾ അടിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സാങ്കേതികമായ എല്ലാ കണക്കുകളും വീണ്ടും നോക്കി, വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറക്റ്റാക്കി കണക്കുകളെല്ലാം ശരിയായിട്ട് എഴുതി പഠിച്ച് അതിനാ കളിയുടെ പ്രസക്തി എന്താണ്. ഇപ്പോൾ സെമി ഫൈനലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫൈനലാണെങ്കിൽ ഇങ്ങനെ. ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സംഗതിയെയും സമീപിക്കാൻ പറ്റില്ല. അത് ഫുട്ബോൾ കമൻട്രിക്ക് പ്രത്യേകിച്ച്. നിങ്ങൾ ആ കളിയുടെ പരിസരത്തേക്ക്, ആ കളിയെ അറിഞ്ഞുകൊണ്ട് വേണം എന്താണ് ഈ കളിയുടെ പരിസരം, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് കൃത്യമായി ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം നിങ്ങൾക്ക് അവിടെ പോയിരിക്കാൻ. അല്ലാതെ ചുമ്മാ അങ്ങനെ കുറേ രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുന്ന കുറേ പേരുടെ പേര് വിളിച്ചു പറയുന്നു, അങ്ങനെയല്ല. പിന്നെ എല്ലാത്തിലും നിങ്ങൾക്കൊരു മിനിമം ഈ പറയുന്ന പോലെ, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് എവിടെയും നിങ്ങൾ അപ്ലൈ ചെയ്യണം, മനസ്സിലായില്ലേ? എവിടെയാണ് കളി നടക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കളിയാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനൽ നടക്കുന്ന സമയത്ത് തൃശ്ശൂർ കളിക്കുന്നു മലപ്പുറത്തിനെതിരെ. അപ്പം തൃശ്ശൂരിൻ്റെ ഒരു പ്ലെയർ ഇങ്ങനെ ഒരു പന്ത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ ഒരു കർവിങ് റൺ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കമൻട്രി ചെയ്യുന്ന ആൾ പറയുന്നത് ആ റണ്ണ് ഇങ്ങനെ റൗണ്ട് ഓടുന്നത് അനാവശ്യമാണ്, കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പന്തിലേക്ക് എത്താം. അതിന് പകരം ഇങ്ങനെ കർവിങ് റൺ എടുക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ സ്റ്റെപ്പ് വെക്കേണ്ടി വരുന്നു. ഈ റൗണ്ട് വൈസ് ഇങ്ങനെ റൗണ്ട് വൈസ് റൺ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ടൈം കൂടുതലെടുക്കും. ഇൻസ്റ്റഡ് അയാൾക്ക് സ്ട്രെയിറ്റ് പോയാൽ മതി, ഡയഗണലിൽ പോയാൽ മതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ മറുപടി എന്ന് വെച്ചാൽ തൃശ്ശൂരാണ് ടീം, കളി തൃശ്ശൂരാണ്. തൃശ്ശൂർ റൗണ്ട് ചുറ്റാതെ ഒരു പരിപാടി നടക്കില്ല. തൃശ്ശൂർ ടൗണിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, തൃശ്ശൂർ ടൗണിൽ നിങ്ങൾക്ക് അകത്തേക്കും പുറത്തേക്കും പോകണമെങ്കിൽ റൗണ്ട് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. അതാണ് തൃശ്ശൂർ ടൗണിൻ്റെ ഒരു രൂപരേഖ. തൃശ്ശൂർ ടൗണിൻ്റെ ഒരു ഗതാഗത രൂപരേഖ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും റൗണ്ടിലൊന്നും കയറി ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. അതാണ് തൃശ്ശൂർ, ഒരു റൗണ്ടിന് ചുറ്റുമാണ് തൃശ്ശൂർ നഗരം. അത് വളരെ കൃത്യമായി, ഇത് കളി തൃശ്ശൂരാണ്, കളിക്കുന്ന തൃശ്ശൂരാണ്, റൗണ്ട് ചുറ്റാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ എപ്പോഴും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്, മനസ്സിലായി? പിന്നെ എനിക്ക് തോന്നുന്നു ഒബ്സർവും ചെയ്യണമല്ലോ അവരുടെ ഓരോ കാലിന്റെ രീതിയായാലും അവരെങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് ഒക്കെ അല്ലേ, അതിനൊക്കെ ഒരു പവർ തന്നെ വേണം. സാർ ഒരുപാട് ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണോ, എങ്ങനെയാ റീഡിങ് ഹാബിറ്റ്? ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ അത് പുസ്തകമായാലും എന്താ പറയുക, ഡേ ടു ഡേ വരുന്ന പത്രമാധ്യമങ്ങളായാലും എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. ഓക്കെ. ഇപ്പം SLKയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റേ തൃശ്ശൂരിൻ്റെ സമയത്ത് പരാജയപ്പെട്ടപ്പം ചാക്കോച്ചിൻ്റെ മകൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറൽ, ഇങ്ങനെ സങ്കടപ്പെട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ്റെ ടീം അവനിങ്ങനെ കമന്ന് കടന്ന് ഇങ്ങനെ
അതിന് പുള്ളിയുടെ ഒപ്പം ചാക്കോച്ചന്റെ ഒപ്പം പിന്നെ ഗ്രൗണ്ടിലൊക്കെ വന്നു, കളി തുടങ്ങണ സമയത്ത് വന്നു, പിന്നീട് കളി കഴിഞ്ഞിട്ടും വന്നു. ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു. ഇസഹാക്ക് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു ആ കുട്ടി, ചാക്കോച്ചന്റെ മോൻ. അതുകൊണ്ട് സ്വാഭാവികമാണ് എക്സ്പ്രഷൻ, സങ്കടം. അല്ലപ്പോ ഞാൻ ഓർക്കാം, ആ ചെറിയ കുട്ടിക്ക് ഭയങ്കര ഇപ്പോഴേ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ എന്താണ് അല്ലേ ഫുട്ബോൾ എന്നുള്ളത്, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ സാർ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2026 വരികയാണ്. അപ്പം എന്തായാലും കരിയറിന് നമ്മളിങ്ങനെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. എന്നും ഒരേ ലെവൽ അല്ലെങ്കിൽ ഒരേ ഇത് പാത്ത് പിന്തുടർന്ന് അതിനെ ഇടിച്ച് തകർക്കാനായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇനി കമൻറ്റേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ന്യൂ ഇയർ വിഷ് അല്ലെങ്കിൽ 2026 എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു വിഷ്. എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി, 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി, 100% ഡിസിപ്ലിൻഡായിട്ട് ചെയ്യുക. നിങ്ങൾ ഡിസിപ്ലിൻഡായിട്ട്, ഡിറ്റർമിൻഡായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരും. ഇതാണ് പറയാനുള്ളത്. അച്ചടക്കം വളരെ മസ്റ്റാണ് എന്ത് സംഗതിയിലായാലും. ഒരു മിനിമം ഡിസിപ്ലിൻഡ് ആയിരിക്കണം നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും. യു ഹാവ് ടു ബി എ ഡെഡിക്കേറ്റഡ് പേഴ്സൺ. നിങ്ങൾ അതിൽ സ്വയം സമർപ്പിക്കണം, ഇതാണ് എൻ്റെ ജോലി, ഇതാണെന്ന്. ആൻഡ് യു ഹാവ് ടു ബി എ ഡിറ്റർമിൻഡ് പേഴ്സൺ ഓൾസോ. ലക്ഷ്യബോധം വേണം, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. ഈ 3 സംഗതികളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന സാധനം, നിങ്ങൾ ചെയ്യുന്ന ആ സംഗതി അത് 2026 മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും എന്നാണ് അവരോട് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇടിച്ചു കയറി വരുമെന്ന് പറയില്ല, ഇടിച്ചു കയറി വരട്ടെ. അതായത് ഈ നമുക്ക് ചുറ്റുമുള്ള എന്ത് കാര്യവും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ആരാണോ ഫിറ്റ്, he will only survive. അതിലൊരു തർക്കമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം 2025 എൻ്റെ ചെയ്തപ്പോൾ ഇത്രയും എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും നല്ല സന്ദേശമാണ് സാറ് തന്നിരിക്കുന്നത്. അപ്പോൾ 2026 നല്ലൊരു ഇയർ ആകട്ടെ. ഇനിയും സാർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.